Dear students, Assalamu alaikum. Let us continue our chapter decimals. Okay. The next problem, page number 61. Page number 61. Page number 61, word problems. Example 1. If the cost of 100 kilogram of wheat is 435 rupee, find the 435.00. Find the cost of 1 kilogram of wheat. Since the roots of question over. If the cost of 100 kilogram of wheat is 100 kilogram wheat, yes, find the cost of 1 kilogram. അപ്പോൾ 1 കിലോഗ്രാമിന് എത്രയാണെന്ന് ചോദിച്ചത്. 100 കിലോഗ്രാമിന് 45.00 ആണെങ്കിൽ 1 കിലോഗ്രാം വീറ്റിന് എന്തായിരിക്കും? എന്ത് ചെയ്താൽ മതി? ഇതിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പോരെ. 100 കിലോഗ്രാം വീറ്റിന് ഇതാണെങ്കിൽ 1 കിലോഗ്രാം വീറ്റിന് കാണാൻ എന്ത് ചെയ്താൽ മതി? ഇതിനെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, 435.00നെ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. നമുക്കറിയാം ഒരു ഡെസിമൽ നമ്പറിനെ അല്ലെങ്കിൽ ഒരു നമ്പറിനെ 10, 100, 1000 ഒക്കെ ഡിവൈഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ ഡെസിമൽ പോയിന്റിനെ 2 0 ആയതുകൊണ്ട് 2 സ്ഥാനം ലെഫ്റ്റിലേക്ക് മാറ്റി പോയിന്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ 4.35 or 4.35. അപ്പോൾ 1 കിലോഗ്രാം വീറ്റിന് എന്താണ് ആൻസർ വരുന്നത്? റുപ്പി 4.35 rupee. Okay, easy. Then example 2. 7.5 meters of cloth. 7.5 meters of cloth is required to stitching 5 shirts. How much cloth is required to stitch 1 shirt? 7.5 meters ക്ലോത്ത് വേണം. എന്തിന്? 7.5 meters ക്ലോത്ത്സ് എന്തിനാവും? 5 ഷർട്ട്. 5 ഷർട്ട് ഞാൻ എന്ത് വരും? 7.5 meters ക്ലോത്ത് ആവശ്യമാണ്. ഓക്കെ, ഹൗ മച്ച് ക്ലോത്ത് ഈസ് റിക്വയർഡ് ടു സ്റ്റിച്ച് 1 ഷർട്ട്? അങ്ങനെയാണെങ്കിൽ ഒരു ഷർട്ട് തയ്ക്കാൻ എത്ര മീറ്റർ ക്ലോത്ത് ആവശ്യം വരും എന്നാണ് ക്വസ്റ്റ്യൻ. 7.5 മീറ്റർ കൊണ്ട് 5 ഷർട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഒരു ഷർട്ടിന് എത്ര ക്ലോത്ത് ആവശ്യം വരും? യെസ്, എന്ത് ചെയ്താൽ മതി? 7.5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി അല്ലേ? യെസ്, 7.5ന് നമ്മൾ അതായത് ഇങ്ങനെ അല്ലേ? ക്ലോത്ത് റിക്വയർഡ് ഫോർ 1 ഷർട്ട്. ക്ലോത്ത് റിക്വയർഡ് ഫോർ 1 ഷർട്ട് ഈക്വൽ ടു 7.5 ഡിവൈഡ് ബൈ 5. അപ്പോൾ നമുക്കറിയാലോ ഒരു പോയിന്റ് ഡെസിമൽ നമ്പറിനെ ഓൾ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ആദ്യം നമ്മൾ പോയിന്റിന്റെ ഇപ്പുറത്തുള്ള ഓൾ നമ്പറിനെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും അല്ലേ? 7നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 ടൈം 5 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 2. ഇതിന് ഈ പോയിന്റ് നമ്മളവിടെ മാർക്ക് ചെയ്യും. 5 ഇങ്ങോട്ട് വരും അല്ലേ? 25. 25 5 1.5 is correct answer. Okay, thus 1.5 meter of cloth is required to stitch 1 shirt. Okay. Example 3, page number 62. Example 3. If the cost of 50 kilogram of vegetables is 50 kilogram of vegetables is 6.50 rupee. 650.50 rupee. Find the cost of 10 kilogram of vegetables. 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 50 kilogramന് ഇത്രയാണ് എമൗണ്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ
നമുക്ക് 10 കിലോഗ്രാം വെജിറ്റബിൾസ് എത്രയാവും എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? 1 കിലോഗ്രാമിന് എത്രയാവുന്നു കണ്ടുപിടിക്കണം. 1 കിലോഗ്രാമിന് എത്രയാണെന്ന് മാർക്ക് ചെയ്യണം. ഇവിടെയും പോയിന്റ് മാർക്ക് ചെയ്യാം അല്ലേ? ഇത് കഴിഞ്ഞിട്ടുള്ള പോയിന്റ് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യും. ദെൻ നമ്മൾ 5 അപ്പോൾ നമ്മളിവിടെ 0 കൊടുക്കും. ദെൻ 50 50ൽ 50 1 ടൈംസ് 13.01. ഓക്കെ, അപ്പോൾ 13.01 റുപ്പിയാണ് എന്ത് വരിക? 1 കിലോഗ്രാം. 1 കിലോഗ്രാം വെജിറ്റബിളിന് എന്ത് വരും? 13.01 റുപ്പി. 13.01 റുപ്പി വരും. അങ്ങനെയാണെങ്കിൽ 10 കിലോഗ്രാം വെജിറ്റബിളിന് എന്ത് വരും? ഇതേ മൾട്ടിപ്ലൈ 13.01 മൾട്ടിപ്ലൈ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 10 കിലോഗ്രാം വെജിറ്റബിൾ കോസ്റ്റ് ഈക്വൽ ടു 10 ഇൻറ്റു 13.01 ബിക്കോസ് 1 കിലോഗ്രാമിന് 13.01 ആണ്. അങ്ങനെയാണെങ്കിൽ 10 കിലോഗ്രാമിന് 10 ഇൻറ്റു 13.01. അപ്പോൾ ഒരു ഡെസിമൽ നമ്പറിന് 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈസി ആണല്ലോ. ഡിവൈഡ് ചെയ്യുമ്പോൾ പോയിന്റ് ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യും. എത്ര 0 ആണോ അതിനനുസരിച്ച്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റൈറ്റ്സിലേക്ക് മൂവ് ചെയ്യും അല്ലേ? ഇപ്പോൾ ഇവിടെ ഒരു 0 ആയതുകൊണ്ട് ഒരു പ്ലേസ് റൈറ്റ്സിലേക്ക് പോയിന്റ് മൂവ് ചെയ്യും. അപ്പോൾ 130.1. ഓക്കെ, 10 കിലോഗ്രാം വെജിറ്റബിൾ എന്താ വരിക? 130.1 0.10 or 1. Okay, yes, write down. Then example 4. Example 4. Find the cost of 5 liters of milk. If the cost of 5 liters of milk, if the cost of 5 liters of milk. If the cost is 42.83 per liter. ഓരോ ലിറ്ററിന് എത്രയാണ്? 42.83 ആണ്. അങ്ങനെയാണെങ്കിൽ 5 liters ഓഫ് മിൽക്ക് എന്ത് ചെയ്താൽ ഇതിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരാ? ഈസി. ഓക്കെ, ട്രൈ ആൻഡ് ഫൈൻഡ് ദ ആൻസർ. Multiply 42.83 into 5. You get the answer. Yes, 214.15 is the 5 liter milk. Cost of 5 liter milk. Cost of 5 liter of milk. Clear? Yes. Then look page number 63. Conversion of units, decimal in metric measures. Decimal in metric measures. അപ്പോൾ നമുക്ക് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരും. കൺവേർട്ട് 40 meter 50 centimeter into meters, meters into centimeter, liter kilo liter, ഓക്കെ, മീറ്റർ കിലോമീറ്റർ, ഇങ്ങനെ കേട്ടിട്ടില്ലേ? നമ്മൾ ഏർലി ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. അതുപോലെ തന്നെ ഇവിടെ കൺവേർഷൻ ഓഫ് യൂണിറ്റ്സ് എന്നുള്ള ഈ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് എന്താണ്? യൂണിറ്റുകളെ കൺവേർട്ട് ചെയ്യാൻ, മീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ, സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാനും, ഓക്കെ, ലിറ്ററിനെ മില്ലി ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ, ഓക്കെ, ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ, കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിന് ഫസ്റ്റ് നമുക്ക് ബേസിക് ആയിട്ടുള്ള യൂണിറ്റ്സ് മെഷേഴ്സ് നമുക്ക് ഡിസ്കസ് ചെയ്യണം. ഏതൊക്കെയാണ് അത്? 1 meter equal to 100 centimeter, 1 meter equal to 100 centimeter. അങ്ങനെയാണെങ്കിൽ മീറ്റർ 2 meter 200 centimeter, 3 meter 300 centimeter. അപ്പോൾ മീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റാൻ എന്ത് ചെയ്താൽ മതി? 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാനോ? സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ
100 കൊണ്ട് ഡിവൈഡ് ചെയ്യാം കേട്ടോ. 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, വെരി ഇമ്പോർട്ടൻ്റ് ആണത്, മാർക്ക് ചെയ്യാം. ദെൻ 1 കിലോമീറ്റർ ഈക്വൽ ടു 1000 മീറ്റർ. നമുക്കറിയാലോ 1 കിലോമീറ്റർ ഈക്വൽ ടു 1000 മീറ്റർ. 1 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1000 മീറ്റർ ആണ്. അപ്പോൾ കിലോമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ എന്ത് ചെയ്താൽ മതി? 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ദെൻ മീറ്ററിനെ കിലോമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാനോ? കിലോമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. മീറ്ററിനെ കിലോമീറ്ററിലേക്ക് മാറ്റാനോ? യെസ്, 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ദെൻ 1 ലിറ്റർ ഈക്വൽ ടു 1000 മില്ലി ലിറ്റർ. 1 ലിറ്റർ ഈക്വൽ ടു 1000 മില്ലി ലിറ്റർ. ഇവിടെയും കൺവേർഷൻ ഈ ഒരു വേയിൽ തന്നെയാണ് പോകും. ഓക്കെ, 1 കിലോ ലിറ്റർ ഈക്വൽ ടു 1000 ലിറ്റർ. 1 കിലോ ലിറ്റർ ഈക്വൽ ടു 1000 ലിറ്റർ. ഓക്കെ, 1 കിലോഗ്രാം ഈക്വൽ ടു 1000 ഗ്രാം. 1 കിലോഗ്രാം ഈക്വൽ ടു 1000 ഗ്രാം. 1 kilogram 1000 gram. Okay, yes. Then first question, look, convert 4 meter 50 centimeter into meters. Convert 4 meter 50 centimeter. Convert 4 meter 50 centimeter. 4 meter 50 centimeter into meters. Into meter. അപ്പോൾ ഇതിനെ നമുക്ക് 2 യൂണിറ്റ് മെഷേഴ്സ് ഇവിടെ തന്നിട്ടുണ്ട്, 4 മീറ്ററും 50 സെൻറ്റിമീറ്റർ. ഇതിനെ നമുക്ക് മൊത്തത്തിൽ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം അല്ലേ? 4 ഓൾറെഡി മീറ്ററിലാണ്. അപ്പോൾ 4 മീറ്റർ പ്ലസ് 50 സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? 50 എന്നുള്ളത് സെൻറ്റിമീറ്ററിലാണ് കിടക്കുന്നത് അല്ലേ? സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ എന്താ ചെയ്യേണ്ടത്? സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യേണ്ടത്? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 50 എന്നുള്ള സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 50/100. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ആൻസർ എന്താ വരിക? ഇവിടെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. 1/2. നമുക്ക് ഇവിടെ ഇങ്ങനെ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം അല്ലേ? യെസ്, ഇങ്ങനെ നമുക്ക് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ചെയ്യാം. 4 × 100 400. 1 × 5 50 meter 50. All divided by 1 × 100 100. 400 plus 50 450 divided by 100. That is equal to. അപ്പോൾ ഈ ഒരു നമ്പറിനെ 100 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്. അപ്പോൾ പോയിന്റ് നമുക്ക് എവിടെ മാർക്ക് ചെയ്താൽ മതി? 2 പ്ലേസ് ഇപ്പുറത്തിൽ ലെഫ്റ്റിലേക്ക് അല്ലേ? 4.5 4.50 മീറ്റർ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ കൺവേർട്ട് ചെയ്യുക. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. എക്സാമ്പിൾ 2. കൺവേർട്ട് 1 കിലോമീറ്റർ 250 മീറ്റർ. കൺവേർട്ട് 1 കിലോമീറ്റർ 250 മീറ്റർ. 1 കിലോമീറ്റർ 250 മീറ്റർ into kilometer. 1 kilometer 250 meter. ഇതിനെ മൊത്തത്തിൽ നമുക്ക് ഏതിലേക്ക് കൺവേർട്ട് ചെയ്യണം? കിലോമീറ്ററിലേക്ക്. ഇതിനെ കിലോമീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ 1 കിലോമീറ്റർ തന്നെയാണ് അല്ലേ? പ്ലസ് 250 മീറ്റർ ആണ്. 250 മീറ്ററിനെ കിലോമീറ്ററിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യണം? കിലോമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ മൾട്ടിപ്ലൈ ചെയ്യുക 1000 കൊണ്ട്. ദെൻ മീറ്ററിനെ കിലോമീറ്ററിലേക്ക് മാറ്റാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ 250 ഡിവൈഡഡ് ബൈ 1000. അപ്പോൾ മീറ്ററിലേക്കായി അല്ലേ? 1000 പ്ലസ് 250 meter all divided by 1000. That is equal to 1000 plus 250, 1250 kilometer. Divided by 1000. 250 കിലോമീറ്ററിലേക്ക് മാറ്റാൻ മീറ്ററിലായിരുന്നു. അപ്പോൾ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ കിലോമീറ്ററിലേക്ക് മാറി ഇങ്ങനെ ചെയ്തു.
ദെൻ നമുക്ക് 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ഈസി ആണല്ലോ. 1 2 3 സീറോസ് ഉണ്ട്. അപ്പോൾ 1 2 3 3 പോയിന്റ് ലെഫ്റ്റിലേക്ക് മാറ്റി പോയിന്റ് മാർക്ക് ചെയ്യുക. 1.250 കിലോമീറ്റർ. 1.250 kilometer. Okay. Yes. The next question നോക്കൂ. Express page number 64. Example 3. Express 3 1/2 kilogram as gram. 3 1/2 kilogram as gram. Kilogram as grams. ഇപ്പോൾ കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യേണ്ടത്? കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് മാറ്റാൻ കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് മാറ്റാൻ നമുക്കറിയാലോ 1 കിലോഗ്രാം ഈക്വൽ ടു 1000 ഗ്രാം. 1 കിലോഗ്രാം ഈക്വൽ ടു 1000 ഗ്രാം ആണ്. അപ്പോൾ 2 കിലോഗ്രാം 2000 ഗ്രാം, 3 കിലോഗ്രാം 3000 ഗ്രാം. അപ്പോൾ കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് മാറ്റാൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് മാറ്റാൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. നേരെ തിരിച്ചോ, ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് മാറ്റാൻ അപ്പം എന്ത് ചെയ്യണം? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ നമുക്ക് കിലോഗ്രാമിന് ഗ്രാമിലേക്ക് മാറ്റാനാണല്ലേ, 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ബട്ട് 3 1/2 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ഇതൊരു മിക്സഡ് ഫ്രാക്ഷൻ ആണ്. അപ്പോൾ ഇത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റണം. ഓക്കെ, മിക്സഡ് ഫ്രാക്ഷൻ ആണ്. അപ്പോൾ അത് ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കിയിട്ട് മാറ്റണം. 3 1/2 എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും അത് നമുക്ക് ചെയ്യാം? ഓക്കെ, നമുക്ക് ഇങ്ങനെ ചെയ്യാം. 3 1/2 കിലോഗ്രാം ഈക്വൽ ടു 2 × 3 6. 6 + 1 7/2. 7/2 കിലോഗ്രാം ആണ് അല്ലേ. അപ്പം അതിനെ ഗ്രാമിലേക്ക് മാറ്റാൻ 7/2 × 1000. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 7,000/2. 7,000/2 ദാറ്റ് ഈസ് ഈക്വൽ ടു, നമുക്ക് 2 കൊണ്ട് 7,000 2നെ സിംപ്ലിഫൈ ചെയ്യാം. 2ൽ 2 1 ടൈം 7,000 3500. 3500. അപ്പോൾ നമുക്ക് എന്താ ആൻസർ വരും? 3500 ഗ്രാം. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി, ഈസി ആയിട്ട് ചെയ്യാൻ ചെയ്താൽ മതി. 3 1/2 കിലോഗ്രാം ആണല്ലോ. അപ്പോൾ ഇതിന് മിക്സഡ് ഫ്രാക്ഷൻ ആണ്. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആകുമ്പോൾ 7/2 എന്ന് വരും. എന്നിട്ട് അതിനെ ഗ്രാമിലേക്ക് മാറ്റാൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി ഗ്രാമിനെ കിലോഗ്രാമിലേക്ക് മാറ്റാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 7 × 1000 10,000 /2. ദെൻ 7,000നെ 2നെ സിംപ്ലിഫൈ ചെയ്ത് നമുക്ക് 3500 ഗ്രാം. ഓക്കെ, യെസ്. The next question, convert 4 kilogram. Yes, example 4. 843 gram into grams. Convert 4 kilogram. 843 gram. 843 gram into grams. Into ഇതിനെ മൊത്തത്തിൽ ഇതിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടത് ഗ്രാം. ഓക്കെ, അപ്പം നമുക്കറിയാലോ 1 കിലോഗ്രാം, ഇവിടെ കിലോഗ്രാമും ഗ്രാമും തമ്മിലാണല്ലോ. അപ്പോൾ 1 കിലോഗ്രാം ഈക്വൽ ടു 1000 ഗ്രാം. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഗ്രാമിലേക്കാണ് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞത് അല്ലേ. ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞാൽ എന്ത് ചെയ്യേണ്ടത്? കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. യെസ്, അപ്പോൾ നമുക്കത് ഗ്രാമിലേക്ക് മാറ്റാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 8 കിലോഗ്രാം ഉണ്ട് അല്ലേ. 8 കിലോഗ്രാമിനെ നമുക്ക് എന്ത് ചെയ്യണം? 4 കിലോഗ്രാം. 4 കിലോഗ്രാമിനെ നമുക്ക് ഗ്രാമിലേക്ക് മാറ്റാൻ നമുക്ക് ചെയ്യാം. 4നെ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. 4 × 1000. അപ്പോൾ അത് ഗ്രാമിലേക്ക് മാറി. പ്ലസ് 843 ഗ്രാം. അപ്പോൾ 4000 പ്ലസ് 843 gram. 4,843 grams. Okay, this answer.
Then example 5, Anu buy 4 liter. Example 5, Anu buys 4 liter 350 milliliter of milk. 4 liter 350 milliliter of milk. 4 liter 350 milliliter of milk. Convert it into milliliters and then 2 liter. First എന്ത് ചെയ്യണം? Convert it into milliliterലേക്ക് കൺവേർട്ട് ചെയ്യണം. Then second ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം മില്ലിലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. ബട്ട് ഇവിടെ ലിറ്ററും മില്ലിലിറ്ററും തമ്മിലുള്ള ആ ഒരു കോൺവെർസേഷൻ എന്താണ്? യെസ്, എന്താണ്? 1000 milliliter equal to 1 liter. 1000 milliliter equal to 1 liter. അപ്പോൾ ലിറ്ററിനെ മില്ലിലിറ്ററിലേക്ക് മാറ്റാൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ലിറ്ററിനെ മില്ലിലിറ്ററിലേക്ക് മാറ്റാൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പം നമുക്ക് ഫസ്റ്റ് എന്ത് ചെയ്യാം? ഇവിടെ ഓൾറെഡി മില്ലിലിറ്ററിലാണ് അല്ലേ? ഇനി 4 ലിറ്ററിനെ മില്ലിലിറ്ററിലേക്ക് മാറ്റാൻ 4 × 1000 4000 പ്ലസ് 350 മില്ലിലിറ്ററിലേക്ക് മാറിയില്ലേ? അപ്പോൾ 4350 milliliter. 4350 milliliter. ഇനി ഇത് സെക്കൻഡിൽ നമുക്ക് ലിറ്ററിലേക്ക് മാറ്റണം അല്ലേ? ലിറ്ററിലേക്ക് മാറ്റാൻ എന്താ ചെയ്യേണ്ടത്? മില്ലിലിറ്ററിനെ ലിറ്ററിലേക്ക് മാറ്റാൻ എന്ത് ചെയ്യേണ്ടത്? മില്ലിലിറ്ററിനെ ലിറ്ററിലേക്ക് മാറ്റാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഇത് ലിറ്ററിൽ തന്നെയാണ്. നമുക്ക് ഇതിനെയാണ് ഇനി ലിറ്ററിലേക്ക് മാറ്റേണ്ടത്. അപ്പോൾ 4 + 350 ലിറ്ററിലേക്ക് മാറ്റാൻ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 4 × 1000 4000 plus 350 all divided by 1000. That is equal to 4350 divided by 1000. 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ഈസി ആണല്ലേ? 1 2 3 4.350 ലിറ്റർ. 4.350 ലിറ്റർ. 4.35 ലിറ്റർ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഒരു ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, പേജ് നമ്പർ 64 ലാസ്റ്റ്. നോക്കൂ, എക്സാമ്പിൾ 1, കൺവേർട്ട് 25 rupee 65 paisa to decimals. Convert 25 rupee 65 പൈസ ടു ഡെസിമൽ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ടല്ലേ? അപ്പോൾ ഈ പൈസയും റുപ്പിയും തമ്മിലുള്ള കൺവെർസേഷൻ നമുക്ക് ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണത്? യെസ്, നമുക്കറിയാലോ 100 പൈസ ഈക്വൽ ടു 1 റുപ്പി. 100 പൈസ അല്ലേ 1 റുപ്പി. അപ്പോൾ റുപ്പീനെ പൈസയിലേക്ക് മാറ്റാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം കേട്ടോ. റുപ്പീനെ പൈസയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. നേരെ തിരിച്ചാണെങ്കിലോ പൈസേനെ റുപ്പിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യേണ്ടത്? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, പൈസേനെ റുപ്പിയിലേക്ക് മാറ്റാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. റുപ്പീനെ പൈസയിലേക്ക് മാറ്റാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പം ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. കൺവേർട്ട് 25 rupee 65 paisa. കൺവേർട്ട് 25 rupee 65 paisa ടു ഡെസിമൽസ്. അപ്പോൾ നമുക്ക് 25 rupee 65 paisa. രണ്ടിനെ എന്തിലേക്കാണ് മാറ്റേണ്ടത്? പൈസ ടു ഡെസിമൽസ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ രണ്ടിനെ നമുക്ക് റുപ്പിയിലേക്ക് മാറ്റാം. അല്ലേ? 25 ഓൾറെഡി റുപ്പി തന്നെയാണ്. അപ്പോൾ നമുക്ക് 25 പ്ലസ് ഇത് പൈസയിലാണ്. ഇതിനെ റുപ്പിയിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ എന്താ പറഞ്ഞത്? പൈസനെ റുപ്പിയിലേക്ക് മാറ്റുമ്പോൾ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. $25 into 100 2500 plus 65 all divided by 100. That is equal to 2565 divided by 100. നമുക്ക് ഈസി ആണല്ലോ 100 കൊണ്ട് ഡിവൈഡ് ചെയ്യാനായതുകൊണ്ട് 2 ഡിജിറ്റ് മാറ്റി പോയിന്റ് മാർക്ക് ചെയ്യാം അല്ലേ?
ലെഫ്റ്റിലേക്ക് ടു 5.65 25.65 റുപ്പി. ഓക്കെ, 25.65 റുപ്പി. ഇതാണ് ഡെസിമൽ ഫോം ഓഫ് യൂണിറ്റ്. 25 റുപ്പീസ് 65 പൈസ ഈക്വൽ ടു 25.65 റുപ്പി. ഓക്കെ, യെസ്. Then mark your homework. Exercise 4.5. IJM. Exercise 4.5. Exercise 4.5. Then exercise 4.6. 4.6 first question. Then നിങ്ങൾക്ക് ആ മീറ്ററും സെൻറ്റിമീറ്ററും കിലോമീറ്ററും മീറ്ററും ലിറ്റർ, കിലോ ലിറ്റർ, കിലോഗ്രാം, ഗ്രാം ഇതൊക്കെ കൺവേർട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാൻ ഇഷ്ടംപോലെ ക്വസ്റ്റ്യൻസ് 4.6 ഓക്കെ, അത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അത് ക്ലിയർ ആവും. ഇപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തില്ലേ, അതിനെ ബേസ് ചെയ്തിട്ട് മീറ്ററിനെ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റാൻ, സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റാൻ, കിലോഗ്രാമിനെ ഗ്രാമിലേക്ക് മാറ്റാൻ ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ വർക്കൗട്ട് ചെയ്യുക. ഓക്കെ, യെസ്. Then see you in next class. Thank you.